മുഖ്യമന്ത്രിയുടെ താൽപര്യാർത്ഥം അയ്യന്റെ ആചാര സംരക്ഷണത്തിന് നേതൃത്വം കൊടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്കെതിരെ ഡസൻ കണക്കിന് കേസുകളാണ് ഈ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, അയ്യന്റെ പേര് പറയാൻ പാടില്ല, അയ്യന്റെ ആചാരത്തെ തകർത്തതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അയ്യന്റെ ആചാരത്തെ തകർക്കാൻ ശ്രമിച്ച, ആ ആചാര ലംഘനത്തിന് വേണ്ടി പരിശ്രമിച്ച, ഗവൺമെന്റ് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അയ്യന്റെ ആചാരത്തെ തകർത്ത വ്യക്തിയുടെ പേരെന്ത് എന്ന് PSCയുടെ ചോദ്യപേപ്പറിൽ ചോദ്യം ഉന്നയിക്കാം. അത് പ്രശ്നമല്ല, പരാതിയില്ല. അയ്യന്റെ ആചാരത്തെ തകർക്കാനും അതില്ലായ്മ ചെയ്യാനും വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഈ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഗൂഢാലോചനയെ കുറിച്ച്, അവിടെ നടന്ന ക്രൂരമായിട്ടുള്ള പീഡനത്തെ കുറിച്ച് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ നമ്മളെ അറസ്റ്റ് ചെയ്ത് കയ്യിൽ വെച്ച് നമ്മളെ കൈകാര്യം ചെയ്യാൻ പരിശ്രമിച്ചതിനെ കുറിച്ച്, നമ്മളെ ജയിലരികൾക്കകത്തിരുത്തിയതിനെ കുറിച്ച്, നമ്മൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ നാമം ജപിക്കാനുള്ള പോരാട്ടത്തിന് വേണ്ടി പ്രതികരിച്ചതിനെ കുറിച്ച് എനിക്ക് എന്റെ വോട്ടർമാരോട് പറയാൻ പാടില്ല എന്നാണ് ടിക്കാറാം മീണ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്, വാറോല പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രീമാൻ ടിക്കാറാം മീണ പിണറായി വിജയന്റെ AKG സെന്ററിലെ സെക്രട്ടറിയുടെ പണിയെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നാമം ചൊല്ലിയതിന്റെ പേരിൽ, നാമം ഉരുവിട്ടു എന്നതിന്റെ ഒറ്റ പേരിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ ഭരണകൂടവും ഈ കേരളത്തിലെ പ്രതിപക്ഷവും LDF-ഉം UDF-ഉം ചേർന്ന് ഈ കേരളത്തിലെ വിശ്വാസിയോട് നടത്തിയിട്ടുള്ള ക്രൂരതയെ കുറിച്ച്, അവർ ആചാരം ലംഘിക്കപ്പെട്ടപ്പോൾ ഇവിടെ ലക്ഷക്കണക്കായ ആളുകൾ കരയുകയും അവർ വേദനിക്കുകയും ചെയ്തപ്പോൾ അവരെ പിറകിൽ നിന്ന് കുത്തിയവരാണ് കേരളത്തിലെ UDF-കാർ. പറയാൻ പാടില്ല, നമ്മൾ ഒന്നും സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ തൂക്കിലെത്തുമെന്നാണ് ടിക്കാറാം മീണ പറയുന്നത്. അയ്യന്റെ ആചാരത്തെ തകർത്തതിനെ കുറിച്ചും, അയ്യന്റെ ആചാരം തകർത്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഗൂഢാലോചനയുടെ പരിതപരമായി കൊണ്ട് അവിടെ ക്ഷേത്ര വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്ത് ആചാരാനുഷ്ഠാനത്തെ തകർക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയതിനെ കുറിച്ച് പറഞ്ഞാൽ തൂക്കിലേറ്റുമെന്നാണ് ടിക്കാറാം മീണ പറയുന്നതെങ്കിൽ ആ രക്തസാക്ഷിത്വം വഹിക്കാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായ ഞാൻ തയ്യാറാണ് എന്ന് ഞാനതിന് തയ്യാറാണ്. എല്ലാ തെരുവീതിയിലും ഞങ്ങൾ ഇത് പറയും. എല്ലാ തെരുവുകളിലും അമ്മമാരുമായും സഹോദരന്മാരുമായും ഞങ്ങൾ ഇത് സമ്മതിക്കും. എല്ലാ തെരുവീതികളിലും ചങ്കുപൊട്ടി നാമം ജപിച്ച അമ്മമാരോട് ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കും. പറയാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ അയ്യന്റെ പേരിൽ ഞങ്ങൾ വോട്ട് ചോദിക്കില്ല. മറക്കരുത് മണ്ഡലകാലം. ഓരോ ദിവസവും രാവിലെ തുടങ്ങിയാൽ ഓരോ സ്ത്രീകളെയും കൊണ്ടുവന്ന് ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ പോലീസിന്റെ തൊപ്പിയും കുപ്പായും വരെ ഊരിക്കൊടുത്ത് അവരെ ആചാര ലംഘകരാക്കി മാറ്റിയിട്ടുള്ള ഈ ഗവൺമെന്റിനെ കുറിച്ച് ഞങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്ന് ഞാൻ എന്റെ സഹോദരി സഹോദരന്മാരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.